ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ കീം ബി ആർക്ക് എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇന്നാണ് നടക്കുന്നത്. ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സീറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ DTയുടെ വെബ്സൈറ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസിന് ഇഗ്നൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള PDF അവൈലബിൾ ആക്കാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കിടെക്ചറിന് RIT കോട്ടയത്ത് 3 സീറ്റും TKM കൊല്ലത്ത് 1 സീറ്റാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ആർക്കിടെക്ചറിൽ തന്നെ ഏതെങ്കിലും കുട്ടി മറ്റ് കമ്പ്യൂട്ടർ സയൻസ് മുതലായ ഏതെങ്കിലും കോഴ്സൊക്കെ കിട്ടിയിട്ട് എഞ്ചിനീയറിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ സീറ്റുകൾ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഏകദേശം 4000 സംതിങ് 5000-ന് ക്ലോസ് ആയിട്ടുള്ള അധികം ആളുകളാണ് വന്നിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ നേരത്തെ അവിടെ എത്തുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ടോക്കൺ ലഭിക്കുകയും അവരുടെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു തിരക്ക് ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഇപ്പോഴും ക്യൂവിലൊക്കെയാണ്. പലർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഗവൺമെൻറ് കോളേജ് പോലത്തെ ഒരു കോളേജിൽ സീറ്റ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഓപ്പർച്യൂണിറ്റീസ് സാധ്യതകളാണ് ഉള്ളതെങ്കിൽ പോലും അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ ഒരു വരി നിൽക്കുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആയിട്ട് തൃശ്ശൂർ വെച്ച് തന്നെയാണ് കഴിഞ്ഞ തവണ നടന്നിരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് വരാനായിട്ട് നല്ല രീതിയിൽ വൈകാനാണ് സാധ്യത. കാരണം ഡാറ്റ എൻട്രി കഴിഞ്ഞിട്ടില്ല എല്ലാവരുടെയും. വൺസ് ഇത് എല്ലാവരുടെയും എൻട്രി കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ ട്രയലും അതിനുശേഷം ഫൈനൽ അലോട്ട്മെൻറ്റും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ അലോട്ട്മെൻറ്റ് വൺസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത പക്ഷം നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുന്ന കുട്ടിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവും. അപ്പോൾ ഇന്ന് വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ അലോട്ട്മെൻറ്റ് വൺസ് വരുന്ന സമയത്ത് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഏകദേശം 6 മണി 7 മണി വരെയൊക്കെ ലേറ്റ് ആയാലും അതിന് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഉച്ചവരെയുള്ള അപ്ഡേറ്റ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽഡ് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് റിഗാർഡിങ് ദിസ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.